ഉഹ്റവിയാര് മുത്തഅല്ലിമാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയാണ്. നാളെ എന്നെ രക്ഷപ്പെടുത്തും, എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്നെ കാര്യം പറയും. അതിന് പ്രതീക്ഷയോടുകൂടി എത്ര ആളുകളുണ്ട് ഇവിടെ? പറഞ്ഞാട്ടെ. ഞാൻ പ്രസംഗം നിർത്തി, കൂടുതൽ പറയാനൊന്നും കഴിയില്ല. പറയാൻ മാത്രം പറഞ്ഞ് അത്ര മതി. ഇന്നാ അന്തർനാക്കും അദാബൻ ഖരീബ. മഹ്ശറ അതിനൊരുപാട് കൊല്ലം കഴിയണം. സമാധാനമുണ്ട് ഉസ്താദെ, മരിച്ചപാട് മഹ്ശറ ഉണ്ടാവില്ലല്ലോ. 10,000 കൊല്ലം കഴിയണ്ടേ? വിചാരണ നടക്കാൻ 10,000 കൊല്ലം കഴിയണ്ടേ? സിറാത്ത് പാലം കടക്കണമെങ്കിൽ എത്ര കൊല്ലം കഴിയണം? നരകവും സ്വർഗ്ഗവും കിട്ടാൻ എത്ര കൊല്ലം കഴിയണം? അപ്പൊ കുറെ കാലത്തിന് സമാധാനാണല്ലോ എന്ന് വിചാരിക്കുന്നിടത്ത് അള്ളാഹ് പറയാണ്, ഇന്നാ അന്തർനാക്കും അദാബൻ ഖരീബ. വളരെ അടുത്തുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് നാം ഭയപ്പെടുത്തും. ഖരീബ്, ഇന്ന് മരിച്ചാൽ നാളെ തന്നെ. ഖരീബായ ഒരു ശിക്ഷ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുത്തും. ഏതാണത്? ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ. മരിച്ചാൽ മണിക്കൂറുകളെ കൊണ്ട് ഖബറിലെത്തും. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ സമയം വെക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അത്ര കൂടുതൽ സമയം വെക്കാറില്ല. മയ്യത്ത് കൂടുതൽ വെക്കരുത് എന്നാണ്. ഇത്രയും പെട്ടെന്ന് മറവയാണ്. നല്ല മനുഷ്യനാണെങ്കിൽ അവന് ഖൈറാണ്. ആ ഖൈറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുക. ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി വഇൻ കാന ഗൈറ സാലിഹ. നന്മതല്ലെങ്കിലോ തദഊനഹാ, അതിനങ്ങ് ഇറക്കി വെച്ച് നിങ്ങളെ പെരടിയിൽ നിന്ന് തന്നെ ഇറക്കി വെച്ചേക്ക്. അപ്പൊ നല്ല മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും മരിച്ച മയ്യത്ത് പെട്ടെന്ന് മറവയാണ്. നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി അല്പസമയം പിന്തിക്കാം എന്നത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മറവ് ചെയ്തേക്കണം. മദ്രാസിൽ നിന്ന് ആള് വരാണ്ട്, ഗൾഫിൽ നിന്ന് എത്താണ്ട് എന്നൊന്നും ഉദ്ദേശിച്ച് മയ്യത്ത് കാത്തുവെക്കരുത്. ഒന്നും വിവരമില്ലാത്തതുകൊണ്ട്. എന്തിനാണ് ഇങ്ങനെ മരിച്ച മയ്യത്തിനെ അവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നത്? ജീവുള്ള ആൾക്കുള്ള എല്ലാ പ്രയാസവും മരിച്ചാക്കും ഉണ്ടാവും. ജീവുള്ള ഒരാളെ ഐസിലിട്ടോക്കാണ്, പിടിച്ചിരച്ചോക്കാണ്. ജീവുള്ള ഒരാളെ കുറിച്ച് ഐസ് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഫ്രീസറിൽ വെച്ചാൽ. അതേപോലെ തന്നെയാണ് മരിച്ച ആളെ വെച്ചാൽ. അതൊന്നും നല്ലതല്ല. ഏതോ ഇരിക്കട്ടെ, അതാ മരിച്ചാലുണ്ട മറവ് ചെയ്ത് കബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കവിൾത്തടം തലക്ക് മീതെയുള്ള കെട്ടഴിച്ച് തുണിയൊക്കെ ഒന്ന് നീക്കി കവിൾത്തടം മണ്ണോട് ചേർത്തി വെച്ച് ഒരു ഉരുള മണ്ണെടുത്ത് ചളിയാക്കി തലയിണ പോലെ കവിളത്ത് വെച്ചു കൊടുത്ത്, എന്റെയും നിങ്ങളുടെയും മുഖം അറിയോ? 3 ദിവസം കഴിഞ്ഞാൽ ഈ കണ്ണ് വീർത്ത് പൊട്ടും, ഒരാഴ്ച കഴിഞ്ഞാൽ വയറ് വീർത്ത് പൊട്ടും. ദിവസങ്ങളെ കൊണ്ട് നമ്മുടെ മാംസങ്ങളൊക്കെ അഴിഞ്ഞ് പേസ്റ്റ് പോലെയാവും. വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞാൽ വാരിയെല്ലുകളും മറ്റു എല്ലുകളും കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴും. എന്റെ അവസ്ഥ അതാണ്, നിങ്ങളുടേതും. ദിവസങ്ങൾ കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. ആ കബറിലേക്ക് അങ്ങ് എടുത്ത് വെച്ച് ചരിച്ചു കിടത്തി. അതുവരെ ജീവില്ല. മരിക്കുന്ന സമയത്ത് ആത്മാവ് പോയതാണ്. ആത്മാവിനെ കൊണ്ടുവച്ചത് പിന്നെ ഭൗതിക ജഡത്തിന്റെ അടുത്താണ്. ആത്മാവിനെ ആരും കുളിപ്പിക്കലില്ല, കഫൻ ചെയ്യലുമില്ല. ആത്മാവ് ആ ജഡത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. മയ്യത്തെടുക്കുമ്പോ ആ കട്ടിലിന്റെ മുകളിലുണ്ടാവും.
അങ്ങനെ മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞാൽ മൂടുകല്ലൊക്കെ വെച്ച് ദ്വാരങ്ങളൊക്കെ അടച്ച് മണ്ണിട്ട് നിറച്ച് 2 മീസാങ്കല്ലും കുത്തി ആ മീസാങ്കല്ലിന്റെ നേരെ ആത്മാവ് അവിടെ നിൽക്കും. അതിനുശേഷം ഏതോ മുസ്ലിയാർ വന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുത്ത് ഒരു ഫാത്തിഹ ദുആ ചെയ്ത് എല്ലാവരും തിരിഞ്ഞു പോരുമ്പോ ആരും ഇന്ന് ഉദ്ഘാടന ദിവസമാണ്, ഉപ്പാക്ക് വളരെ പേടിയാ, ഇന്ന് ഉപ്പാന്റെ അടുത്ത് നിൽക്കട്ടെ എന്നൊരു മോനും കരുതൂല. ഉപ്പയുടെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇന്നെങ്കിലും ഉപ്പാക്ക് പേടിക്ക് ഞാൻ കൂടെ നിൽക്കട്ടെ ഒരു മോനും കരുതില്ല. എന്റെ എത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ഞാനിന്ന് കൂട്ടുകാരന്റെ അടുത്ത് നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ പേടിക്ക് ഉപ്പാന്റെ കൂടെ നിൽക്കട്ടെ എന്നൊരാളും ചിന്തിക്കില്ല. ഏറ്റവും വലിയ ആത്മമിത്രമായിരുന്നു, എപ്പോഴും കൂടെയുള്ള മിത്രമായിരുന്നു. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും എന്റെ മിത്രത്തിന്റെ കൂടെ, ഇന്ന് പുതിയ വീട് ഉദ്ഘാടനം ചെയ്ത ദിവസമാണല്ലോ, ഇന്നവിടെ താമസിക്കട്ടെ എന്ന് കരുതില്ല. സ്വന്തം ആരും അങ്ങനെ കരുതില്ല. എല്ലാവരും പോവും. അപ്പോൾ പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, കിടന്നോ അനുഭവിച്ചോ, ഇതുവരേക്കും പ്രവർത്തിച്ചതിന്റെ തിക്തഫലം അനുഭവിച്ചോളൂ, അവിടെ കിടന്നടോ എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരും. ഇന്നാന്തർനാക്കും അദാബൻ കരീബ, അത് അടുത്ത് തന്നെ സംഭവിക്കുന്ന സംഭവമാണ്. മൈശറ വരെ നീളാനില്ല, നരകം വരെ നീളാനില്ല, 10,000 കൊല്ലത്തിന്റെ താമസമില്ല. മരിച്ചാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം അന്നല്ല പറയുകയാണ്, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഓരോ മനുഷ്യനും ആ സമയത്ത് ചിന്തിക്കും, എന്തുണ്ട് ചെയ്തു വെച്ചത്, എന്താണ് ഞാൻ ചെയ്തു വെച്ചത് എന്ന് ചിന്തിക്കുന്ന ദിവസം.